guys, welcome back to another episode of collegemunchi.com. അപ്പോൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം തുറന്നു കഴിഞ്ഞാൽ കുറേ അധികം നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ ശ്രീനിവാസ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ശ്രീനിവാസ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ നല്ലതാണോ, നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുമോ, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ, പോട്ടെ ഇവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി വരുന്ന നെഗറ്റീവ് റിവ്യൂസ് ഒന്നും കേട്ട് തളരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കർണാടകയിൽ തന്നെയുള്ള, ഈവൻ പോട്ടെ സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ശ്രീനിവാസനെ പറയാൻ പറ്റും. കർണാടകയിലാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത്. ഇവർക്ക് കുറേ ക്യാമ്പസ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, മാംഗ്ലൂർ ഉണ്ട്. ആൻഡ് ഇവിടെയെല്ലാം മാംഗ്ലൂരിലാണ് ഇവരുടെ മെയിൻ ക്യാമ്പസ് വരുന്നത്. കുറേ അധികം ഇവരുടെ സ്വന്തമായിട്ടുള്ള മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ കുറേ അധികം ഡിപ്പാർട്ട്മെന്റ്സ്, പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് ഈ ഒരു മെയിൻ ക്യാമ്പസിലാണ്. കുറേ അധികം ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട്, അതായത് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ലോ, മെഡിക്കൽ, മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ഇവർ UG PG പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു UG പ്രോഗ്രാം ആയാലും PG പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾ ഇവിടെയാണ്, ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിനെല്ലാം തന്നെ UGC അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിക്കും UGC അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ഇനി പോരാത്തതിന് നിങ്ങൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും BTech, BCA, BBA പോലുള്ള കോഴ്സുകൾ, അതിൻ്റെ തന്നെ മാസ്റ്റർ കോഴ്സുകളാണ് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആണ് ഇവിടെ എന്ന് പറയാനുള്ള കാരണം ഇവർക്ക് AICTE അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു AICTE അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റ് കാര്യങ്ങളിലൊക്കെ ഉള്ള എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഈ ഒരു കോളേജ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിനാണ് ഈ ഒരു AICTE അപ്രൂവൽ കിട്ടുന്നത്. സോ നമ്മുടെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിക്ക് UGC അപ്രൂവലും അതേപോലെ തന്നെ AICTE അപ്രൂവലും കിട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ നിങ്ങൾ ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും അത്രയും സർട്ടിഫിക്കറ്റ് വാല്യൂ, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള കരിക്കുലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്ക് ശ്രീനിവാസ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അവർ ഏതൊക്കെ കോഴ്സുകൾ, ഏതൊക്കെ BA, BSc, BCA പോലുള്ള എന്തൊക്കെ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അണ്ടർ ഗ്രാജുവേഷനിൽ, അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ ഒരു നമ്മൾ പറഞ്ഞു UGC ആൻഡ് AICTE അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്ന്, അത് മാത്രമല്ല അവർക്ക് വേറെ കുറേ അപ്രൂവൽ, അതേപോലെ തന്നെ അവർ വേറെ കുറേ കമ്മിറ്റിയിലെ കൗൺസിൽസിലൊക്കെ മെമ്പറാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. ആൻഡ് ഇനി പോരാത്തതിന് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ ഡിജിറ്റൽ ക്ലാസ് റൂം, ലൈബ്രറീസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും അടങ്ങിയിട്ടുള്ള ലൈബ്രറി, അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്യാമ്പസ് ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രീനിവാസ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇന്റേൺഷിപ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറേ കാലമായിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ലൊരു അലുമിനി നെറ്റ്വർക്ക് ഇവർക്കുണ്ട്. ഇവരുടെ പാസ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആണ് ടോപ്പ് കമ്പനീസിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണക്ഷൻസ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് നല്ല കമ്പനിയിൽ ജോലി കിട്ടാനും കാര്യങ്ങളിലൊക്കെ സാധിക്കും. ആൻഡ് നമുക്കറിയാം ഒരു ടോപ്പ് MNCയിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കാലത്ത് എക്സ്പീരിയൻസ് വേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ കുറേ കാലം അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യം വരും. എന്നാൽ നമ്മൾ ശ്രീനിവാസയിൽ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെ ഓരോ വർഷം റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത് ടോപ്പ് MNCs ആണ്. സോ നമുക്ക് ഈ ഒരു ടോപ്പ് MNCസിലെല്ലാം അഡ്മിഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് കറക്റ്റ് പ്ലേസ്മെന്റിലൂടെ ഈ ഒരു MNCസിൽ കയറി പറ്റാൻ പറ്റും. ആൻഡ് ഇനി മെഡിക്കൽ ഫീൽഡിലോട്ട് വരുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിലോട്ട് വരുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ആ ഒരു നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടോ, അതേപോലെ തന്നെ അവർക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, റിയൽ ടൈം എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ നോളജ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, പേഷ്യൻറ്റിനോടായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഏതൊരു ഫീൽഡ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ശ്രീനിവാസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2025 അഡ്മിഷൻസ് ഇവിടെ ഓപ്പൺ ആണ്, പ്രീ ബുക്കിംഗ്സും ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾ ഈ +2 എല്ലാം കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് നോക്കാന്നാണെങ്കിൽ അപ്പോൾ ഇതിന് സീറ്റ്സ് എല്ലാം ഫില്ലായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്തിടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ അസിസ്റ്റൻസ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.